പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പി.കെ. മൊയ്തു വീണ്ടും പ്രസിഡന്റായി. മൂന്നാം തവണയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത്. കോൺഗ്രസിലെ മുഹ്സിന ഷിഹാബാണ് വൈസ് പ്രസിഡന്റ്. ഇവിടെ LDF-ന് ഒരംഗം മാത്രമാണുള്ളത്. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 14-ൽ 13 വാർഡുകളും നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. ഇവിടെ മുസ്ലിം ലീഗിലെ പി.കെ. മൊയ്തുവാണ് പ്രസിഡന്റ്. ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം പ്രസിഡന്റാകുന്നത്. ഒരു തവണ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റെടുത്ത മൊയ്തുവിനെ നേതാക്കൾ സ്വീകരിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഏകകണ്ഠമായിരുന്നു. കോൺഗ്രസിലെ ഏക വനിതാ അംഗം മുഹ്സിന ഷിഹാബാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പല്ലാരിമംഗലത്ത് UDF-ഉം മുസ്ലിം ലീഗും അധികാരം നേടുന്നത്. പഞ്ചായത്തിൽ മികച്ച ഭരണം കാഴ്ചവെക്കുമെന്ന് പി.കെ. മൊയ്തു പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ മോശം പ്രവണത ആവർത്തിക്കില്ല. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. വലിയ ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കേണ്ടത് എന്ന കൃത്യമായ ബോധ്യമുണ്ട്. കഴിഞ്ഞ 2-3 ടേം ഇഘട്ടത്തിൽ ഞാൻ സ്മരിച്ചു പോവുകയാണ്. KP-യുടെ വിയോഗത്തിന് ശേഷം തുടർന്ന് പ്രസിഡന്റായും അതിനുശേഷം വൈസ് പ്രസിഡന്റായും പിന്നീട് ഒരിക്കൽ കൂടി പ്രസിഡന്റായും ചുമതല നിർവഹിക്കാൻ സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പാർട്ടിയും മുന്നണിയും എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അതെല്ലാം ഒരു കാരണവശാലും ഒരു കുറ്റബോധവുമില്ലാത്ത വിധം, യാതൊരു അപകർഷതാബോധവും ഇല്ലാത്ത വിധം കൃത്യമായി നിർവഹിച്ചു എന്ന ബോധ്യം തന്നെയാണ് എനിക്കുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷമുണ്ടായ ഒരു അനാരോഗ്യകരമായ പ്രവണത ഒരു കാരണവശാലും ഈ ഭരണസമിതി കാലങ്ങളിൽ ഉണ്ടാവില്ല. ഞങ്ങൾ മുഴുവൻ പേരെയും ചേർത്ത് പിടിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വികസനങ്ങൾ നടത്തി മുന്നോട്ട് പോകും. അതിന് എൻ്റെ പാർട്ടി മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകും. ആ നിർദ്ദേശങ്ങൾ അണുവിട വ്യത്യാസമില്ലാതെ വരുന്ന 5 വർഷം നടപ്പിലാക്കുമെന്നും. GTV ന്യൂസ്, പല്ലാരിമംഗലം.